കൃഷ്ണ. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ ശ്രീലകത്ത് ഉച്ചപൂജയ്ക്ക് ശേഷം കളഭത്താൽ പ്രശോഭിതനായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരം എന്ന് പറയുന്നത് ഭക്തന്റെ ഹൃദയത്തെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഉപാധിയാണ്. സച്ചിദാനന്ദ സ്വരൂപനായ കണ്ണൻ ഓരോ അലങ്കാരത്തിലൂടെയും ഓരോ ഭാവങ്ങളിലാണ് പ്രകടാവണത്. ഉച്ചപൂജയ്ക്ക് ഭഗവാനെ ഒരു കൊച്ചു ബാലനായി ഏകദേശം ഒരു 1.5-2 വയസ്സ് മാത്രമുള്ള പൊന്നുണ്ണി കണ്ണനായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇത് ഭക്തരില് വാത്സല്യഭാവം ഉണർത്തുന്ന ഒരു അലങ്കാരമാണ്. ഉച്ചപൂജയുടെ കളഭാലങ്കാരത്തില് ഭഗവാൻ ഒരു പൊന്നൂഞ്ഞാലിൻ്റെ മുകളില് ആ പൊന്നും പടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന രൂപത്തിലാണ് കാണുന്നത്. സ്വർണവള്ളികളാൽ കോർത്ത ആ ഊഞ്ഞാലിലിരിക്കുന്ന ഉണ്ണി പ്രപഞ്ചത്തിൻ്റെ ചലനാത്മകതയെയും ആനന്ദത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. 2 കുഞ്ഞു കാലുകളും താഴേക്ക് ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണ് ഉണ്ണിയിരിക്കുന്നത്. ആ 2 കാലുകളിലും പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. ഭക്തന്റെ പാപങ്ങളെ തകർക്കുന്ന അരവിന്ദ പാദങ്ങളാണ് ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറയുന്നത്. പട്ടുകോണകവും കിങ്ങിണിയുണ്ട് ഭഗവാന്റെ മേലില്. അരയില് പട്ടുകോണകെടുത്ത് വയറിനോട് ചേർന്ന് സ്വർണ്ണ കിങ്ങിണി ഇങ്ങനെ മുറുകി കിടക്കുകയാണ്. ഭഗവാന്റെ ഉദരത്തില് 14 ലോകങ്ങളും കുടികൊള്ളണു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മാറത്ത് അതിമനോഹരായ മാങ്ങാമാലയും പതക്കം ചാർത്തിയ മാലയും അണിഞ്ഞിരിക്കുന്നു. കഴുത്തിനോട് ചേർന്ന് ഇങ്ങനെ വളയം പോലുള്ള മാലയും ഭഗവാനെ അണിയിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ആ മന്ദസ്മിതം ഓടക്കുഴലും കൂടെ തന്നെയുണ്ട്. പക്ഷേ ഓടക്കുഴൽ എവിടെയായിരിക്കണേ? അരയിലാണ് ഓടക്കുഴൽ ഇങ്ങനെ തിരികെ വെച്ചിരിക്കുന്നത്. ഈ മുരളീരവം പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും ഭഗവാനിലേക്ക് ആകർഷിക്കുന്ന നാദബ്രഹ്മാണ്. അപ്പോൾ അതേ ഓടക്കുഴല് ഭഗവാൻ എടുത്ത് അരയിലെ തിരികെ 2 കുഞ്ഞു കൈകൾ കൊണ്ടു ഊഞ്ഞാലിൻ്റെ വള്ളിയിൽ ഇങ്ങനെ പിടിച്ചിരുന്ന് കാലൊക്കെ തൂക്കിയിട്ട് ഇരുന്നു ഊഞ്ഞാലാടുകയാണ് നമ്മുടെ പൊന്നുണ്ണി. ചെവിയില് സ്വർണ്ണ ചെവിപ്പൂക്കളുണ്ട്. നെറ്റിയില് ഗോപി ചാർത്തിയിരിക്കണു. ചുണ്ടില് ആ മന്ദഹാസം. യശോദമ്മ ഉണ്ണിയെ ഊഞ്ഞാലിലിരുത്തിയ ആ സന്തോഷം തന്നെയാണ് ആ മന്ദഹാസത്തിലുള്ളത്. ഗുരുവായൂരപ്പന് പുഷ്പാലങ്കാരങ്ങൾ വളരെ പ്രധാനമുള്ള കാര്യമാണ്. അത് തിരുമുടിമാലകളും ഉണ്ട്, പിന്നെ മാറിലണിയണ ഉണ്ടമാലകൾ, അതായത് വനമാലയുണ്ട്, പിന്നെ വിധാനമായിട്ട് ഇങ്ങനെ അലങ്കരിക്കുന്ന മാലകളും ഉണ്ട്. അതിൽ ഇന്ന് തിരുമുടിയിൽ 3 മാലകളാണ് ചാർത്തിയിരിക്കുന്നത്. നന്ദ്യാർവട്ടം, തെച്ചിപ്പൂവ്, തുളസി എന്നിവ ഇടകലർത്തി ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയുള്ള ഉണ്ടമാലയാണ്. വെളുത്ത പൂവ്, അതായത് നന്ദ്യാർവട്ടം, തെച്ചിപ്പൂവും മാത്രമുള്ള വേറൊരു മാല കൂടിയുണ്ട്. പിന്നെ നന്ദ്യാർവട്ടവും തുളസിയും ചേർത്തിട്ടുള്ള ഒരു മാല കൂടി ഉണ്ട് തിരുമുടിമാലയായിട്ട്. കഴുത്തിലെ ഉണ്ടമാല നോക്കി നോക്കൂ. ചുവന്ന താമര, തുളസി, തെച്ചി ഇതൊക്കെ കൂടി ഇങ്ങനെ ഇടകലർത്തി കെട്ടി തടിച്ചുരുണ്ട് മനോഹരമായിട്ടുള്ള ഒരു മാലയാണ് കണ്ണൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. വിധാനമായിട്ട്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ തൂക്കിയിട്ട രീതിയിൽ ചാർത്തിയിരിക്കുന്നത് 5 ഉണ്ടമാലകൾ തന്നെയാണ്. ഇതിൽ ഭഗവാന് പ്രിയപ്പെട്ട തുളസിമാലകളും തെച്ചിമാലകളും താമരമാലകളും ഉണ്ട്. ശ്രീലകത്തെ നെയ്വിളക്കിൻ്റെ ശോഭയില് ഈ സ്വർണ്ണാഭരണങ്ങളും കളഭവും പുഷ്പ അലങ്കാരങ്ങളും ഒക്കെ ഇങ്ങനെ തിളങ്ങുകയാണ്. അങ്ങനെ നമ്മളെ ഭഗവാന് ആ എല്ലാ അലങ്കാരങ്ങളുടെ ഇടയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ മന്ദഹാസം അലങ്കാരമായിരിക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണുമ്പോൾ ഇത് സച്ചിദാനന്ദ ഭാവം തന്നെയല്ലേ? അത് തന്നെയല്ലേ നമ്മളും അനുഭവിക്കുന്നത്? സച്ചിദാനന്ദം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഭക്തര് ഭഗവാനെ മനസ്സിലെ ഊഞ്ഞാലിലിരുത്തി ഇങ്ങനെ ആട്ടിക്കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് അറിയണത്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിലേക്ക് ഊഞ്ഞാലാടി നമ്മുടെ മനസ്സിലിരുന്ന് ഊഞ്ഞാലാടുന്ന
ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സർവവും സമർപ്പിച്ച് നമുക്ക് നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.